സോബിക്കെതിരെ, പ്രധാന സാക്ഷിയായി വന്ന സോബിക്കെതിരെ, കലാഭവൻ സോബിക്കെതിരെ CBI കൊടുത്ത ആ ഒരു കേസ്, സാക്ഷിയായി വന്ന ഒരാൾക്കെതിരെ അയാൾ കേസിനെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് CBI നൽകിയ കേസ്, അതുമായും പ്രൊസീഡിംഗ്സ് തുടരാൻ വേണ്ടിയിട്ട് CJM കോർട്ട് ഓർഡർ ചെയ്യുകയായിരുന്നു. ഇത് 2023 ഹൈക്കോടതിയിൽ എത്തുന്ന സമയത്താണ് ഞങ്ങളുടെ അഡ്വക്കേറ്റ് രാമൻ കർത്ത അവതരിപ്പിച്ച ആ കേസ് കൃത്യമായി പഠിച്ച് അതിനെ വളരെ അതിലെ ഓരോ പോയിന്റ്സും കൃത്യമായി തന്നെ വിലയിരുത്തി ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിച്ചത്. അതിൽ ഈ പ്രധാന സാക്ഷിയായി വന്ന കലാഭവൻ സോബിക്കെതിരെ CBI കൊടുത്ത കേസിനെ പോലും നിശിതമായി വിമർശിച്ചുകൊണ്ട് അത് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി വിധി വന്നത്. കലാഭവൻ സോബി എന്ന സാക്ഷി ആദ്യം മീഡിയയിലൂടെ സംസാരിച്ചു തുടങ്ങിയ സമയത്ത് പറഞ്ഞൊരു കാര്യം, കലാഭവൻ സോബി എന്ന് പറയുന്നത് ഒരു കൃത്യമായി തന്നെ കോടതി നിരീക്ഷിച്ച മറ്റൊരു കാര്യമായതുകൊണ്ട്, അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ കോടതി നിരീക്ഷിച്ചൊരു കാര്യമായതുകൊണ്ട് അത് മറ്റൊരു വീഡിയോയിൽ പറയാം. എന്നിരുന്നാലും ഇതൊന്ന് സൂചിപ്പിക്കട്ടെ. കലാഭവൻ സോബി പറഞ്ഞതിൽ ഒരു കാര്യമുണ്ടായിരുന്നു. ആ കാറ് മുന്നോട്ട് എടുക്കുന്ന സമയത്ത് സൈഡിലൂടെ വണ്ണമുള്ള ഒരാളും ബർമുഡയും ടീഷർട്ടാണ് തോന്നുന്നു ധരിച്ചിരിക്കുന്ന ഒരു ഫ്രഞ്ച് ബിയർഡുള്ള ഒരു കൊച്ചു പയ്യനും തുഴഞ്ഞു പോകുന്നുണ്ടായിരുന്നു എന്നാണ്. അതായത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി തന്നെ വണ്ടി സ്റ്റാർട്ടാക്കാതെ തന്നെ തുഴഞ്ഞു പോകുന്നത് കണ്ടിരുന്നു, ധൃതി വെച്ച് പോകുന്നത് പോലെ കണ്ടിരുന്നു എന്ന് കലാഭവൻ സോബി പറയുന്നുണ്ട്. സോബി പറഞ്ഞതിന്റെ വാലിഡിറ്റി വരുന്നതും അവിടെയാണ്. അതായത് സോബി പറഞ്ഞിരുന്നു ഇത് എന്ത് ചെയ്യണം എന്നറിയില്ല. സോബി അഡ്വക്കേറ്റിനെ ആദ്യമേ വിളിക്കുന്നു, ഇങ്ങനെ ഒരു കാര്യം നടന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അഡ്വക്കേറ്റ് പറയുന്നുണ്ട് ഈ എല്ലാ പ്രശ്നത്തിലും ചെന്ന് പെടണ്ട, വിട്ടേരാൻ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ വീണ്ടും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ആരോടിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ചകളൊക്കെ വരുന്ന വാർത്തകളൊക്കെ കണ്ട സമയത്താണ് മധു ബാലകൃഷ്ണൻ ഒരു കോമൺ ഫ്രണ്ട് ആണല്ലോ, ഒരു ചെറിയ ബന്ധമുണ്ടല്ലോ എന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് മധു ബാലകൃഷ്ണനെ, സോബിക്ക് നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് മധു ബാലകൃഷ്ണൻ. അപ്പൊ അദ്ദേഹത്തെ വിളിക്കുന്നു. അദ്ദേഹം തമ്പിയെ വിളിക്കുന്നതാണ് കറക്റ്റ്, അയാളാണ് എല്ലാം നോക്കുന്നത് എന്ന് പറയുന്നു. സോ ഇതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണല്ലോ മ്യൂസിക് സർക്കിളിലും. അപ്പൊ തമ്പിയെ സോബി വിളിച്ചതും തമ്പി തിരിച്ചു വിളിച്ചതും ഇതെല്ലാം CDR ഉണ്ട്. ക്രൈംബ്രാഞ്ച് തന്നെ കൃത്യമായി കണ്ടെത്തിയതാണ്. 2018 നടന്നൊരു കാര്യം. അപ്പോൾ അത് നടന്നു എന്ന് പറയുന്ന സ്ഥിതിക്ക് അതൊക്കെ വളരെ കൃത്യമാണ്, അല്ലെങ്കിൽ കള്ളം പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന സ്ഥിതിക്ക് അയാൾ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യം കാണില്ലേ എന്ന് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. പക്ഷെ ഈ സാക്ഷിയെ മറ്റു പല സാക്ഷികളെ ഒഴിവാക്കിയതുപോലെയല്ല, ഈ സാക്ഷിയെ കള്ളനാക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയാണ് പോലീസ് കാണിച്ചതും ക്രൈംബ്രാഞ്ച് കാണിച്ചതും അതെ. അത് കഴിഞ്ഞ് CBI കുറച്ചുകൂടെ നാക്കം കൂട്ടി കേസ് തന്നെ കൊടുത്തു, വഴിതെറ്റിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു. എങ്ങനെ എന്നുള്ളത് നമുക്ക് വീണ്ടും വിശദമായിട്ട് സംസാരിക്കാം.